ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ജിഷാസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് വെള്ളയപ്പമാണ് കേട്ടോ. ഇന്നലെ ഞാൻ അരച്ച് വെച്ചതാണ്. അപ്പോൾ വെള്ളയപ്പവും കടലക്കറിയാണ് കേട്ടോ. അപ്പം ഇതാ വെള്ളയപ്പമൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറും കറിയൊക്കെ ഇന്നലത്തെ ഉണ്ട്. കടലക്കറി ഇതാ ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചുമന്ന കളറിലുള്ള ആ കടലക്കറിയാട്ടോ, തേങ്ങയൊക്കെ അരച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പവും കടലക്കറിയാണ്. അപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് ഇത് തന്നെയാവും കൊണ്ടുപോവുക. അപ്പോൾ പിന്നെ കറികളൊക്കെ ഇന്നലെ വെച്ചതുണ്ട്, അതായിരിക്കും ഉച്ചയ്ക്ക് കഴിക്കുക. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഞങ്ങൾക്ക് അപ്പം തികഞ്ഞില്ല കേട്ടോ. അപ്പോൾ കുറച്ച് അപ്പം കൂടി ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വെള്ളയപ്പം ആകുമ്പോൾ നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കണം. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ചിലപ്പം അത് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അവിടെ നിന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. സമയം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പാലക്കാടൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ചൂടായതുകൊണ്ട് ഇപ്പം തന്നെ വെയിൽ കണ്ട ജനലിൻ്റെ അങ്ങോട്ട് നല്ല വെയിലാണ് വരുന്നത്. അപ്പം നല്ല വെയിലുണ്ട്, നല്ല ചൂടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അപ്പവും കടലക്കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം തന്നെ നമ്മുടെ സിങ്കിൽ ഒരുപാട് പാത്രങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ കഴിച്ചിട്ട് പോയതും രാവിലെ ചായ വെച്ചതിൻ്റെയും അപ്പം ഉണ്ടാക്കിയതിൻ്റെയും കടലക്കറി വെച്ചതിൻ്റെയൊക്കെ ഒരുപാട് പാത്രങ്ങളുണ്ട്. അതൊക്കെ ഞാനൊന്ന് കഴുകി എടുക്കുകയാണ്. അതിന് ശേഷമായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അത് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ നമ്മൾ ഫുഡ് വെച്ചതിന് ശേഷം അപ്പം തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കള എപ്പോഴും ക്ലീൻ ആയിരിക്കും. അതങ്ങനെ ഇടുകയാണെങ്കിൽ പിന്നെ മടിയും പിടിക്കും കേട്ടോ. അതേപോലെ രാത്രിയൊക്കെ കിടക്കാൻ നേരത്ത് നമ്മുടെ സിങ്കിലുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണെങ്കിൽ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. രാവിലെ തന്നെ സിങ്കിലൊക്കെ നിറയെ പാത്രം കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി നമുക്ക് വരും കേട്ടോ. ഞാൻ എപ്പോഴും രാത്രി കഴുകി വെക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് രാത്രി നമ്മുടെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കുകയാണെങ്കിൽ രാവിലെ നമ്മൾ അടുക്കളയിലേക്ക് വരുമ്പോൾ നല്ലൊരു സുഖമായിരിക്കും കേട്ടോ മനസ്സിന്. പിന്നെ നമ്മുടെ സിങ്കിലുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഞാൻ ഗ്യാസ് അടുപ്പൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു. അപ്പോൾ ഇന്നലെ ഞാൻ ഗ്യാസിൻ്റെ നമ്മൾ വെക്കുന്ന ആ ഭാഗത്തുള്ള എല്ലാ പീസും എടുത്തിട്ട് കഴുകി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒന്ന് തുടച്ചെടുക്കുകയേ വേണ്ടുള്ളൂ. പിന്നെ കൗണ്ടർ ടോപ്പും നന്നായിട്ട് തുടച്ചെടുത്തു. പിന്നെ സിങ്കൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്തിരി പണി കുറവാട്ടോ. എനിക്ക് ചോറുണ്ട്, ഇന്നലത്തെ ചോറുണ്ട്, ഇന്നലത്തെ കറികളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലത്തെ ഉച്ചക്കത്തേക്കുള്ള പണികളൊന്നുമില്ല. അപ്പോൾ ചോറും കറിയും വെക്കുകയാണെങ്കിൽ രാവിലെ നല്ല പണിയായിരിക്കും കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഇന്ന് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ ചോറ് വെക്കാത്തതുകൊണ്ട് വൈകുന്നേരം പണിയുണ്ടാവും. വൈകുന്നേരം ചോറും കറിയൊക്കെ വെക്കേണ്ടിയും വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ചിലപ്പം കറികളൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വെക്കാറില്ല, അതിൽ തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ തീർന്നതിന് ശേഷം തന്നെ വെക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല വിശപ്പ് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ തന്നെ റീക്ക് സ്കൂളുണ്ട് പറഞ്ഞിട്ട് അവൾ പോയി. പക്ഷേ തിരിച്ചു വന്നു. അവിടെ എന്തോ സ്കൂളില്ല പറഞ്ഞിട്ട് അവൾ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ രാവിലെ കഴിക്കാണ്ടാണ് അവൾ പോയത്. അപ്പോൾ അവളും കൂടി ഇതാ എൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി നിലത്തിരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ നിലത്ത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ റിയയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അപ്പവും കടലക്കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചില സമയത്ത് അപ്പം എനിക്ക് കിട്ടാറില്ല, ചില സമയത്ത് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഈ പ്രാവശ്യം അരച്ചപ്പോൾ നന്നായി കിട്ടിയിട്ടാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കടലക്കറിയും അപ്പവും കൂടിയിട്ട്. അപ്പോൾ പിന്നെ റിയ സ്കൂളിലെ വിശേഷങ്ങളും കൂട്ടുകാരെ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്നു കേട്ടോ. കഴിച്ചിട്ടും കുറേ നേരം ഇരുന്നു. അപ്പം നല്ല രസമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിലത്തിരിക്കുമ്പോൾ ഇത്തിരി തണുപ്പൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഇരുന്നങ്ങനെ കഴിച്ചു.
പിന്നെ ഇതാ നമ്മുടെ ലൂക്കയുടെ കളികളൊക്കെയാണ് കേട്ടോ. അതിനെ റിയ കുറച്ച് നേരം കളിപ്പിച്ചു. അങ്ങനെയൊക്കെ രാവിലത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.